ഹായ്, നമുക്കിന്ന് ലഡു തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലഡു ഇഷ്ടമില്ലാത്തവരാരും കാണില്ല അല്ലേ? പക്ഷെ നമ്മൾ വിചാരിക്കും ലഡു തയ്യാറാക്കി എടുക്കാൻ ഭയങ്കര പാടാണെന്ന്. പക്ഷെ ഒരു പാടും ഇല്ല, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് ബേക്കറികളിലൊക്കെ കിട്ടുന്ന പോലത്തെ ലഡു എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ കടലമാവ് അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കിയെല്ലാം അളന്നെടുക്കാൻ നോക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ പറയണില്ല, കാരണം ഓരോ മാവിനനുസരിച്ചിട്ട് വെള്ളം കൂടുതലും കുറവും ഒക്കെ വേണ്ടി വരും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ അങ്ങ് കലക്കിയെടുത്താൽ മതി. ഒട്ടും കട്ട പിടിക്കാതെ വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ വറുത്തെടുക്കുമ്പോൾ ബൂന്തി നല്ല പൊങ്ങി വരും. ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർക്കുമ്പോൾ 1 നുള്ളേ ചേർക്കാവൂ, കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്താൽ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ബൂന്തി ചുവന്നു പോകും. അപ്പോൾ 1 നുള്ളേ ചേർക്കാവൂ. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ആണെങ്കിൽ 1-2 തുള്ളി ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല. എണ്ണ മീഡിയം തീയിലിട്ടിട്ട് ചൂടാക്കി എടുക്കാം. എണ്ണ അധികം ചൂടാവാൻ നിൽക്കരുത്, ഒട്ടും ചൂട് കുറവും ആകാൻ പാടില്ല. ഒരു മീഡിയം ചൂടാവുമ്പോഴേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണാപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ കണ്ണാപ്പ എന്നാണ് പറയുന്നത്, എല്ലായിടത്തും എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ ഹോളുള്ള തവിയാണ് എടുക്കേണ്ടത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് തന്നെ ഒഴിക്കുക. എണ്ണ ഒട്ടും ചൂടാവാതിരിക്കുമ്പോൾ ഒഴിക്കരുത്, എന്നാൽ എല്ലാം കൂടെ ഒട്ടിപ്പോവും. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇളക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഒന്ന് വറന്ന് വരുമ്പോഴേക്ക് അത് ഇളകി വന്നോളും. നമ്മൾ മാവ് എണ്ണയിലോട്ട് ഒഴിക്കുമ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് ചെറിയ സൗണ്ട് കേൾക്കും. അപ്പോൾ അതൊന്ന് മാറി വരെയും വേണം, ഈ പത കുറഞ്ഞു വരെയും ചെയ്യും. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ ചെറിയ സൗണ്ടും കേൾക്കും. ചെറുതായിട്ടേ കേൾക്കുള്ളൂ, കൂടുതൽ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കളറ് മാറരുത്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഒട്ടും മുരിയാതെയും കോരി എടുക്കരുത്. അപ്പം ഇതുപോലെ തന്നെ ബാക്കി മാവ് ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കേണ്ട, തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പാനി കാച്ചിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമേ കാണുള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1/4 കപ്പ് പഞ്ചസാര വരെ എടുക്കാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 2-3 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പൊ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. അപ്പൊ പാനി കാച്ചിയത് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറുകി വരുമ്പോൾ കുറച്ചൊന്ന് തവിയിലോട്ട് എടുക്കുക. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന കൂടാവുമ്പോൾ 1 തുള്ളി എടുത്ത് 2 വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ 1 നൂല് പോലെ വരികയാണെങ്കിൽ ഇത് കറക്റ്റ് പാകമായി. ഉടൻ തന്നെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കുക. അപ്പോൾ ഇത് ശരിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കരുത്. നമുക്ക് തീ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിത് പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാനി എല്ലായിടത്തും ആയി വരണം. ഇനി നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടാവുമ്പോൾ ചെറുതായിട്ട് മുറിച്ച അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്തിട്ട് വറുത്തെടുക്കുക. ഞാനിവിടെ 2 ഒന്നിച്ച് തന്നെയാണ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പ് അധികം മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണക്കമുന്തിരിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ബൂന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലിപ്പോൾ കുറച്ച് ചൂട് കൂടുതലാണ്. ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. അധികം തണുത്തു പോകാൻ നിൽക്കരുത്. ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ലഡു ഉരുട്ടിയെടുക്കണം.
അപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതിന് മുന്നേ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അപ്പം മോൾ ഭാഗം ചെറുതായിട്ട് കട്ടിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലും കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ വലിയ ഉരുളകളല്ല, ചെറുതായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ 1 കപ്പ് കടലപ്പൊടി കൊണ്ട് ഇത്രയും ലഡു ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഇതിൽ കുറച്ച് ചൂടും കൂടെ ഉണ്ട്. ഇത് നന്നായിട്ട് തണുത്താൽ മാത്രമേ നന്നായിട്ട് സെറ്റായിട്ട് വരുള്ളൂ. അപ്പം നമ്മുടെ ലഡു തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഞാനിത് ഇനി പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റും ആണ്. ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലേ. എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.